ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ വീക്ക് ഓഫാണ്. 2 ഡേയ്സ് ഉണ്ട്, ഇന്നും നാളെ, മീൻസ് സാറ്റർഡേ സൺഡേ. അപ്പോൾ ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാം, നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല, കാരണം കുക്കിങ് അങ്ങനെയൊക്കെ വലുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊക്കെ ഉണ്ടാവുള്ളൂ. കുക്കിങ്ങിനൊന്നും അത്രയൊന്നും പ്രോ ഒന്നുമല്ല, പക്ഷേ ഞാനെല്ലാം കുക്ക് ചെയ്യും, അതാണ്. പിന്നെ ഓഫ് കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് നേരത്തെ എണീക്കും. അതെന്ത് പ്രതിമാസം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നേരത്തെ എണീക്കും. പിന്നെ എണീച്ചതിന് ശേഷം പിന്നെ ആദ്യം നോക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, ഇൻസ്റ്റഗ്രാം നോക്കുക, യൂട്യൂബ് നോക്കുക. അങ്ങനെ കുറേ നേരം ഒരു മണിക്കൂർ, ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ കിടന്ന് അത് രണ്ടും കാണും. പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മടിയാന്നേ. ചുമ്മാ കേട്ടോ, എനിക്ക് രാവിലെ അങ്ങനെ കഴിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും, ഉച്ചയ്ക്കും രാത്രിയും കഴിക്കും. പക്ഷേ രാവിലെ എനിക്ക് കഴിക്കണമെന്നുള്ള വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കും. പക്ഷേ എനിക്ക് മോളുള്ളത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പാൻ കേക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവൾക്ക് ഞാൻ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഷേക്കോ ജ്യൂസോ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മാറ്റും. അത് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ അടുത്ത് വരും കേട്ടോ. എനിക്കൊരു ഫിഷുണ്ട്, ഫൈറ്റർ. അപ്പോൾ അതിന് പക്ഷേ ഫുഡൊന്നും കൊടുക്കുന്നത് ഞാനല്ല, ഹസ്ബൻഡാണ് കേട്ടോ. എനിക്ക് ഈ വക പണിയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതിനിങ്ങനെ വന്ന് നോക്കി, പിന്നെ അത് ചില നേരം ഇത് മിണ്ടാതെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാ ഇത് ചത്താണ് പോയാ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ തട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു സുഖം, അതിനൊരു സുഖം. ഇതിന് ബോട്ടിലുണ്ട്, പിന്നെ പക്ഷേ ഇപ്പോൾ അത് പൊട്ടിപ്പോയി, ഇതാണ്. അപ്പോൾ ഇത് ചെറിയൊരു ക്രാക്ക് വന്നപ്പോഴത്തേക്കും വെള്ളം മൊത്തം പോയേട്ടാ. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലോട്ട് എടുത്ത് ഇട്ടിരിക്കണതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് ഇതുപോലത്തെ ചെറിയൊരു ബൗള് വാങ്ങിക്കണം. അപ്പോൾ ഇന്നലെ എനിക്ക് ലീവായത് കാരണം ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമുക്ക് പോയി വാങ്ങിക്കാമെന്ന്. എനിക്ക് മടിയാടോ. അപ്പം മടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ, പെയിൻ കേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണെങ്കിൽ അവൾ കഴിക്കും. ഇതിനകത്ത് ഗോതമ്പ് മാവ്, പിന്നെ പഴം, പിന്നെ പാല്, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അടിച്ചെടുക്കും, മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതുപോലെ എടുക്കും കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പാൻ കേക്ക്, അപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാവ് എടുക്കുക, ഒഴിക്കുക. ഇത് ഭയങ്കര ഈസിയാണ്, പിന്നെ പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടും. അതൊക്കെ ഈ പറയുന്ന പോലെ മധുരവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവളത് കഴിക്കും. ഇതിൽ നമുക്ക് എന്തിനാണ് കുറച്ച് നെയ്യ് കേട്ടാ. ഓ, ഇത് വീഴുന്നതും ഇല്ലല്ലോ ഗായ്സ്. ചട്ടിയിൽ മാത്രവും വീണിട്ടില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പം ഏകദേശമായി. അപ്പം ഇതിനി മറിച്ചിടാം. അങ്ങനെ മറിച്ചിട്ട് ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്നും ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും അവൾ കഴിക്കുകയും ചെയ്യും, എനിക്കും പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് ആയോ എന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ആവട്ടെ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇത് മൊത്തം ചുട്ടെടുത്തിട്ട് ഇനി കാണാം. അപ്പോൾ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പേര് മറന്നുപോയി. പാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ് ഇനി ഒരു ഓംലെറ്റും കൂടെ അടിച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാര്യം ഓക്കെ ആയി. ബാക്കി എൻ്റെ കാര്യം അത് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ ജ്യൂസ് പിന്നെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അടിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്, അവക്കാഡോ ഷേക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അവക്കാഡോ ഇട്ടിട്ടുണ്ട്, പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൽ ഒഴിച്ചിട്ട്
അപ്പോൾ നമുക്കിനി ഇത് അടിച്ചെടുക്കാം. കറക്റ്റ് ഈ ഗ്ലാസ്സിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കാണാം. ഇപ്പം ഞാൻ ദൃശ്യമൊന്നും ചെയ്യും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പാൻ കേക്ക്, ഓംലെറ്റ്, പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ഷേക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡെന്ന് പറയുന്നത് ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കുള്ളൂ. അത് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ കറി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഫിഷ്, പിന്നെ എന്തിനാണ് ഈ പറയുന്ന ബീഫ്, അങ്ങനെയൊന്നും ഒരുപാട് കഴിക്കില്ല. അപ്പോൾ അതാണ് ബുദ്ധിമുട്ടെന്ന് പറയാം. മറ്റേത് ഒരു മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, നമുക്കൊരു മാക്സിമം 2 ദിവസമൊക്കെ അങ്ങനെ പോവും. പക്ഷെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും എന്ന് പറയുന്നത് മീനൊന്നും കഴിക്കൂല. അവരൊരു പ്രത്യേകതരം ജീവികളാണ്. പക്ഷെ എനിക്കാണെങ്കിൽ മീനും വേണം. അപ്പോൾ പക്ഷേ ഈ ജോലിക്ക് പോകുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ മീൻകറിയൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈസി കറിയായ നമ്മൾ ദുബായ്ക്കാരുടെ ദേശീയ കറി എന്ന് പറയുന്നത് തൈര് കറിയാണ്. അപ്പോൾ തൈര് കറി, പിന്നെ ദേശീയ ആഹാരം എന്ന് പറയുന്നത് സാധനം എന്ന് പറയുന്നത് സോസേജ്. അപ്പോൾ ആ സോസേജും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് മതി. അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെന്താണ്, എനിക്ക് ട്രൈപോഡില്ല. ആദ്യമായിട്ടൊക്കെ വീഡിയോ ഇടുന്നില്ലേ. അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാൾ എടുത്ത് തരണം, അല്ലെങ്കിൽ ഞാൻ തന്നെ വയ്ക്കുക, എടുക്കുക, അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രൈപോഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് കിട്ടിയില്ല എനിക്ക്. പക്ഷേ ഓൺലൈൻ വഴി നോക്കുമ്പോഴത്തേക്കും പിന്നെ ഡെലിവറി എന്ന് ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്. അപ്പോൾ അത്രയും ദിവസമൊന്നും പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ ഞാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഷേക്ക്, സോറി ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചത് ഷേക്ക്. അപ്പോൾ ഷേക്ക് കുടിച്ചിട്ട് ഒന്ന് പിന്നെ എന്തിനാണ് ഇവിടെ ഞങ്ങളടുത്തെന്ന് പറയുന്നത് അൻസാർ മാളുണ്ട്. അൻസാർ മാള് നെസ്റ്റും ഉണ്ട്, തൊട്ട് ഫ്രണ്ടിൽ ലൂലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഒരിടത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പോയി ഒന്ന് എന്താണ് നോക്കാം, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവിടെ പോയി നോക്കാം കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സാലറി കിട്ടുമ്പം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും. അത് നിർബന്ധമാണ്. അതെനിക്ക് തോന്നുന്നു ദുബായിലും നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ സാലറി കിട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ പോകുന്ന ടൈം കിട്ടില്ല. കാരണം എനിക്ക് ഫുള്ള് ഈ പറഞ്ഞ പോലെ നൈറ്റായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് ഡേ എന്ന് പറയാൻ, ഡേ എന്നല്ല എന്നുവെച്ചൊരു പകൽ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നും നാളെ ഓഫ്. അപ്പോൾ ആ ഓഫ് തന്ന ഞങ്ങളുടെ മാനേജർ എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് 2 വാക്ക് ഞാൻ വേണമെങ്കിൽ പറയാം. പുള്ളി എന്ന് പറഞ്ഞാൽ പാവമാണ്, ഭയങ്കര പാവമാണ്. പിന്നെ നമ്മളെ മനസ്സിലാക്കും, പെട്ടെന്ന് കയറി മനസ്സിലാക്കും ഒരു വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ഇന്ന് ദിവസം എനിക്ക് ലീവ് തരണം എന്ന് പറഞ്ഞാൽ ആ പുള്ളി എനിക്ക് കറക്റ്റായിട്ട് ലീവ് തരും. അൻസാർ മാളിലൊന്ന് പോകണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അൻസാർ മാളിൽ പോയി ഒന്ന് ജസ്റ്റ് നോക്കാം, ട്രൈപോഡ് കിട്ടുമോ ഇല്ലെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് നോക്കിയിട്ടില്ല, കാരണം നമുക്കിതിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. അത് പറഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള കേട്ടോ ഞാൻ. അപ്പം ഞാനൊന്ന് പോയിട്ട് വരാം. ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി അൻസാർ മാളിലോട്ട് പോയിരുന്നു. അപ്പോൾ ഈ കണ്ണാടി കാണുമ്പം നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു പരിഷ്കാരിയാണെന്ന് വിചാരിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദുബൈ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂളിംഗ് ഗ്ലാസും ഒരു കുടയും ഒരു സൺസ്ക്രീനും ഇത് 3 ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും.
അല്ലെങ്കിലേ കണ്ണിന് കാഴ്ചയില്ല. കണ്ണാടി ഉണ്ട് എനിക്ക്, പക്ഷെ ഞാനത് വെക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് തോന്നിക്കും. അപ്പോൾ ഞാൻ കണ്ണാടി ഇങ്ങനെ വെക്കാറില്ല. അപ്പോൾ നമുക്ക് ഹൻസാർ മാളിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഹൻസാർ മാളിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ നമുക്ക് ഹൻസാർ മാളിനകത്ത് കയറിയിട്ട് കാണാം. തുറക്ക് വലിയൊരു മാളാണ് കേട്ടോ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എന്ത് സംതൃപ്തി എന്നറിയോ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്കിതെല്ലാം കണ്ടു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എന്ത് നല്ല ഭംഗിയല്ലേ. പിന്നെ ഇവിടെയൊന്നും അല്ല എനിക്ക് പോവേണ്ടത്. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതും കൂടെയൊക്കെ കാണിക്കാം. എയർ ഫ്രയറിൻ്റെ സെക്ഷൻ കൊള്ളാം കേട്ടോ. ഞാൻ നോക്കി എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് 63 ദിർഹമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ കമ്പനീൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും കൂടെ നോക്കിയിട്ട് എടുക്കാം. കാരണം നമുക്ക് പ്രൈസ് എവിടെയാണോ കുറയുന്നത് അവിടെ നിന്ന് എടുക്കാമല്ലോ. ഇതിനകത്ത് റിമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാം. എന്തായാലും ഈവനിങ് എന്തായാലും നമ്മൾ വരും. പിന്നെ ഇവിടെ ഉള്ളത് നമ്മളെ കുഞ്ഞു മക്കൾക്കുള്ള സ്ലൈഡും എല്ലാം കേട്ടോ. അവരുടെ സെക്ഷനാണ്. ഇതൊക്കെ എന്ത് നല്ല രസമല്ലേ. നമുക്ക് ഏത് എടുക്കണമെന്നുള്ള നമുക്ക് കൺഫ്യൂഷനായിരിക്കും. നമുക്ക് അവരുടെ ആക്സസറീസിൻ്റെ സൈഡാണത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. നമുക്ക് ബ്രേസ്ലെറ്റ്, കണ്ണാടി, എല്ലാം ഇതിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമുക്ക് എത്രമാത്രം കളക്ഷൻ ഉണ്ടെന്ന്. അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ നിങ്ങളോട് കാണിച്ചു തരാം. ചേട്ടന്മാരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, പല പല സ്റ്റൈലിന് നിൽക്കുന്നവരുണ്ട്, കാല് കഴിച്ചപ്പോൾ ഇരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സെക്ഷനാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം നോക്കി കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പുള്ളി എന്നെ ഇവിടെ നിന്നൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണുന്നതൊക്കെ വേണം. നോക്ക്, നല്ല നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ ഇവിടെ. ഇതൊക്കെ ഫോട്ടോ ഫ്രെയിംസ് ആണ്. വാവ്, അടുത്ത എൻ്റെ വേറൊരു മായാലോകത്തോട്ട് നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഏതൊക്കെ സൈഡ് നോക്കൂന്നാണ്.
എന്ത് നല്ല ഭംഗിയല്ലേ. എനിക്ക് അൻസാർ മാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് സോറി, ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് മാറിപ്പോയേട്ടാ. അപ്പോൾ ഏറ്റവും വലിയ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മായാലോകമാണ്. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏത് കണ്ടാലും എടുക്കണം. അങ്ങനെ വൃത്തികെട്ട ഒരു അസുഖം. ആ അസുഖത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം എല്ലാം ഒന്നിലൊന്ന് മെച്ചം. നോക്ക്, ഇതൊക്കെ എന്ത് നല്ല ഭംഗിയാ. ഓ മൈ ഗോഡ്, വാവ് നൈസ്. പക്ഷെ ഇവിടെ ഇരിക്കട്ടെ, 23 ദിർഹ. 23 എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മളൊരു വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഒരുങ്ങിയിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആളുകളായിരിക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടെന്ന്. ബുദ്ധി. അയ്യോ നോക്ക്, സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പോൾ ഹസ്ബൻഡ് ഇത് തന്നെ നോക്കാൻ സമ്മതിക്കൂലെന്നേ. കാരണം എനിക്ക് കണ്ട എല്ലാം വേണം. പുള്ളിക്കാരൻ എന്നെ നോക്കാൻ സമ്മതിക്കൂല. കാരണം നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്, കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് പുള്ളി ഇല്ലാതെ വന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം നോക്കിക്കാണാൻ പറ്റുന്നത്. വാവ് നൈസ്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോട്ടിൻ്റെ പല പല സെക്ഷൻസാണ് ഇവിടെ. അപ്പം ഞാനിതിപ്പോൾ വന്നത് എനിക്ക് തോന്നുന്നു അൻസാർ മാള് പിന്നെന്താ എക്സ്പ്ലോർ ചെയ്യാനാണോ എന്ന് എനിക്കറിയത്തില്ല. നോക്ക്, ഓ നൈസ്. കണ്ണാടിയിൽ എന്നെ തന്നെ കാണുമ്പോൾ വാവ്. ഒരു വീടൊക്കെ വെച്ചിട്ട് വേണം ഇതെല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ വയ്ക്കാൻ. നമ്മളിത് കണ്ടില്ലേ, ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ? അങ്ങനത്തെ ഒരു മരാതാണ് കേട്ടോ. അതിൻ്റെ പല ഷേപ്പിലുള്ളതുകൊണ്ട് നോക്ക്. ഇതിൻ്റെ വില എത്രയെന്നറിയാവോ? വെറും 290. വാവ്. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ നിന്ന് അൻസാർ മാളിൽ നിന്ന് ഇറങ്ങി. കണ്ടോ, ഞാൻ വാങ്ങിച്ച വലിയൊരു കവറ് ചുമ്മാതെ പട്ടിഷോ. ഞാൻ ചെറിയ 2 സാധനം വാങ്ങിച്ച കേട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ മൊത്തം അവിടെ സ്പെൻഡ് ചെയ്ത് കളയേണ്ടി തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങാറില്ല, കടയിൽ കയറി ഇറങ്ങത്തേയില്ല, അവിടെ തന്നെ കിടക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വലിച്ചിടയ്ക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരണത് തന്നെ. ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ്ങിന് പോകാൻ, വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാതെ കാണാനും പിടിച്ചു നോക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വീട് 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ അവിടെ വീട്ടിൽ കയറിയിട്ട് കാണാം. ഇതിടയ്ക്ക് കുറച്ച് ലാഗ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശീലമില്ലല്ലോ ഇങ്ങനെയൊക്കെ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, കാരണം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പം ഞാൻ വീട്ടിലൊക്കെ വന്നു. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഫുഡിനുള്ള കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, പിന്നെ കൂന്തളാണ് കേട്ടോ, കൂന്തൾ തോരൻ വെച്ചത്, അത് പിന്നെ തൈര്. അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്ന് വിശാലമായി കഴിക്കാമെന്ന് കരുതി. ഇനി വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് വലിയ കറികളൊന്നും ഇല്ല. അപ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമേ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നമുക്കാരും ഉണ്ടാക്കിത്തരാൻ ആരും ഇല്ലല്ലോ. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ എന്നെ പണിയെടുക്കുക തിന്നുക. അപ്പോൾ ഓഫൊക്കെ ഉള്ള ദിവസം നോക്കുമ്പോഴത്തേക്കും ഞാനങ്ങ് മടിക്കും. അന്ന് വലുതായിട്ടൊന്നും ഉണ്ടാക്കാനുള്ളൊരു മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഓഫ് പോവും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ല, നല്ല ടേസ്റ്റ്. അവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്തൊരു ചൂടെന്നറിയോ, രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ കൂടി കഴിക്കട്ടെ കേട്ടോ. ഇവിടെ എന്തോ ബിൽഡിങ്ങിൻ്റെ പണി കിടക്കുന്നത്, അതാണ് ഈ സൗണ്ട്.
അപ്പോൾ കഴിച്ചിട്ട് കാണാം. ബൈ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുണി വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇല്ല, ഇനിയിപ്പം വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇഷ്ടം പോലെ കിടക്കുവാണല്ലോ. ഇതിപ്പോൾ ഉച്ചവരെ ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ വെയിലത്ത് പോയില്ലേ, അപ്പോൾ ഈ വെയിലത്ത് പോയപ്പോഴത്തേക്കും തലയിലൊക്കെ വെയിലടിച്ചിട്ട് എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ വെച്ചൊന്ന് കിടക്കാം. കിടന്ന് കഴിഞ്ഞിട്ട് ഇനി വലിയ പരിപാടിയൊന്നുമില്ല. ഹസ്ബൻഡ് ഒരു 8:30 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ വന്നിട്ട് ചിലപ്പോൾ ഹസ്ബൻഡ് അനിയൻ്റെ അടുത്ത് പോകും. കിസീസിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പോവും, ചിലപ്പോൾ പോകില്ല, അങ്ങനെ. അപ്പോൾ ഞാൻ വെച്ചാൽ റെസ്റ്റ് എടുക്കാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആകെയുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുളിക്കുക, മോളെയും കുളിപ്പിക്കുക. ഇത് 2 ജോലി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അതനുസരിച്ച്, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ. അപ്പോൾ പിന്നെ ശരി, ബൈ ബൈ, ഓക്കേ.